മൈക്കിൾ പോർട്ടറിൻ്റെ 5 ഫോഴ്സ് മോഡൽ. മൈക്കിൾ പോർട്ടർ ഞാൻ എൻ്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ അതിലൊരു എഞ്ചിനീയർ ആയിരുന്നു എന്നുള്ളതാണ്. അല്ല, നോർമൽ ആൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് എ ടീച്ചർ, ആസ് എ ലെക്ചറായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ. ദെൻ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ ആൾ ബിസിനസ് നമ്മുടെ ബിസിനസ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബിസിനസ് തന്നെയായിരുന്നു ആളുടെ ഏരിയ. ഓക്കെ, ആളുടെ ഒരു ഇൻഡസ്ട്രിയൽ അനാലിസിസിൻ്റെ ഒരു കൺക്ലൂഷനാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം വർക്കിലുള്ളത്. ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഫർദർ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് ഈ ഒരു ലിങ്ക്. ഇവിടെ നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്കിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് റീഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞായിരുന്നു എന്താണ് ഈ ഒരു പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ജസ്റ്റ് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഇൻഡസ്ട്രീനെ അനലൈസ് ചെയ്യേണ്ട ഒരു 5 ഫോഴ്സസ് ഏതാന്നുള്ളതാണ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്നലെയുള്ള സെഷനിൽ നമ്മളത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 5 ഫോഴ്സിൽ നോക്കുന്നത് ഒന്ന് ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയർ, അതേപോലെ ബാർഗെയിനിങ് പവർ ഓഫ് ബയർ നമ്മൾ നോക്കണം. ഇനി ന്യൂ എൻട്രീസിൻ്റെ കാര്യം നോക്കണം. ഇൻഡസ്ട്രിയൽ റൈവലറീസിൻ്റെ കോമ്പറ്റേറ്റേഴ്സ് അനാലിസിസ് നോക്കണം. പിന്നെ അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് എഫക്റ്റ് നോക്കണം, അല്ലെ ത്രെട്ടനിങ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂഷൻസ്, അല്ലെ സബ്സ്റ്റിറ്റ്യൂട്ട് എഫക്റ്റ് എന്താണെന്നുള്ളതും നമ്മൾ നോക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ബെസ്റ്റ് കമ്പനീനെ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് നമുക്കൊരു ഐഡിയൽ ആയിട്ടുള്ള. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നമ്മളുടെ പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസേഷൻ്റെ കേസിൽ നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്പനി ഏതാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യും, അത് ചൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നമുക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടാവും, കുറച്ച് അത്ര അട്രാക്റ്റീവ് അല്ലാത്ത ഇൻഡസ്ട്രീസ് ഉണ്ടാവും. അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനപ്പുറം ഈ ഒരു ഡാറ്റ ഒരു പക്കാ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എല്ലാ പെർസ്പെക്റ്റീവിലും ഈ ഒരു ഡാറ്റ പെർഫെക്റ്റ് അല്ല. ഇപ്പം ഏവിയേഷൻസ് എപ്പോഴും അത്ര അട്രാക്റ്റീവ് അല്ലാതെ അൺഅട്രാക്റ്റീവ് ആയുള്ള ഇൻഡസ്ട്രി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ അവിടെ ഒരു ഹൈ റിസ്ക് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ടെലികോം. ഒരു ഹൈ റിസ്ക് ഉള്ള ഇൻഡസ്ട്രിയാണ്. കാരണം ഒരു ലാസ്റ്റ് ഫ്യൂ അല്ല ഫോർ മീൻസ് നമ്മളൊരു ലോങ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു ടെലികോം കമ്പനിയും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം അവർ നമുക്ക് വലിയൊരു ഗ്രോത്തോ വലിയൊരു പൊട്ടൻഷ്യലോ നമുക്ക് ഓഫർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഏവിയേഷൻ ദ സെയിം തിങ് അല്ലെങ്കിൽ ദ സെയിം വേയിലാണ് ഏവിയേഷൻ ഇൻഡസ്ട്രീസ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ലോങ് ടേം ഇവാലുവേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു സെയിം കമ്പനി സസ്റ്റെയിൻ ചെയ്തിട്ടില്ല ഡ്യൂ ടു ഡിഫറെൻറ്റ് റീസൺസ്. അത് നമുക്ക് കിങ് ഫിഷറിൻ്റെ സെനാരിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ജെറ്റ് എയർവേസിൻ്റെ സെനാരിയോ എടുത്ത് മനസ്സിലാവും, സ്പൈസ് ജെറ്റിൻ്റെ ഒക്കെ സെനാരിയോ എടുത്താൽ മനസ്സിലാവും. സ്പൈസ് ജെറ്റൊക്കെ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ എന്നാൽ പോലും ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഇൻഡിഗോ തന്നെ പല രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യാണ്. ഇൻഡിഗോയ്ക്ക് കഴിഞ്ഞ ഇതിൽ അവരുടെ ഒരു ഇഷ്യൂസ് അവർ ഫേസ് ചെയ്ത ഇഷ്യൂസ് ശരിക്കും നമ്മളിവിടെയുള്ള തൗസൻഡ്സ് ഓഫ് ആളുകളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്ത ഒരു ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഷേൽ അത് ഡീകോഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അവരുടെ ഫ്ലൈറ്റ് റൺ ചെയ്യാൻ പൈലറ്റ് ഇല്ലാത്ത ഇഷ്യൂസ്, അവർ ആ പൈലറ്റ്സിൻ്റെ ജോബിൽ വരുന്ന ആ ഒരു ട്രാൻസ്മിഷനെ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാതെ അപ്പോൾ ആ ഒരു ഷെഡ്യൂളിൽ പൈലറ്റ്സ് ഇല്ലാതെ കുറേ ഫ്ലൈറ്റ് ഡിലേ ആയ സെനാരിയോസ് ഷേൽ ട്രാക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അല്ലെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു? സിനാനും അസ്യത്തും ഒക്കെ ആ ഒരു സെനാരിയോ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2-3 അതെ 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 അതൊരു അതെ. അപ്പോൾ അങ്ങനെയുള്ള എന്ത് സെനാരിയോസ് വന്നു കഴിഞ്ഞാലും അത് മാർക്കറ്റിലേക്കാണ് ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിനു മുൻപേ പിന്നെ ഇതേപോലെ ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ ഒരു അപ്ഡേഷൻ ഇഷ്യൂ വന്ന സമയത്ത് ഇത് സെയിം ഫ്ലൈറ്റ് 1-2 ദിവസത്തേക്കൊക്കെ പല ഫ്ലൈറ്റും പല ഏവിയേഷൻ സിസ്റ്റം തന്നെ കംപ്ലീറ്റ്ലി ലോക്കായി പോയൊരു സിനാരിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ടെക്നോളജിക്കൽ ഒരു ഗ്ലിഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഏത് മൈക്രോസോഫ്റ്റിൻ്റെ അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു ഗ്ലിഞ്ചസ് വന്ന സമയത്ത്, കാരണം മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇവരെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോബൽ, കാരണം ഇത് നമുക്ക് ബസ് ഓടിക്കുമ്പോൾ ഓടിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം എവിടെ നിന്നൊക്കെ എങ്ങോട്ടൊക്കെയാണ് ഫ്ലൈ ചെയ്യുന്നതെന്നുള്ള ഇന്ത്യയുടെ മാത്രമല്ല ഗ്ലോബലി ഫ്ലൈ ചെയ്യുന്ന സാധനങ്ങളുടെ പ്രോപ്പർ ചാർട്ട് വേണമല്ലോ നമുക്ക്. അതും എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ 2024-ലോ 2025-ലോ ആണ് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. അതെ 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 അതെ.
അല്ല പിന്നെ ഈ രണ്ട് ഇൻസിഡൻറ്റും, അതായത് ഇൻഡിഗോയിലുണ്ടായ വർക്ക് റിലേറ്റഡ് ആയുള്ള റീഅലോക്കേഷൻസ് ലാസ്റ്റ് ഇയറിലാണ്. അതിൻ്റെ 1-2 വർഷം മുൻപെയാണ് ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായത്. ആ സമയത്ത് നമ്മുടെ ഒരു അതെ 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 അതെ, അതായത് ഫ്ലൈയിങ് അവേഴ്സ് റെഡ്യൂസ് ചെയ്യണം. അതെ അത് കാരണം എന്താ വെച്ചാൽ അവർ പാലിക്കാതിരിക്കാനുള്ള ഒരു മെയിൻ റീസൺ ചോദിച്ചാൽ ദേ ആ മൊണോപ്പൊളിയാണ്, വേറെ ആരും ഇല്ല. അപ്പോൾ അവർക്ക് കമ്പനിക്ക് നല്ല ബാർഗൈനിങ് പവർ ഉണ്ട് ഇവിടെ. മറ്റ് മറ്റ് ഓപ്പറേറ്റേഴ്സ് ഒന്നും നമുക്ക് ഇത്രയധികം ഫ്ലൈയിങ് അവേഴ്സോ ഇത്രയധികം ഫ്ലൈറ്റോ ഓൺ ചെയ്യുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഡിഗോ വിചാരിച്ചു അതിൽ അവർക്ക് റിലാക്സേഷൻ കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷേ ഗവൺമെൻറ് അത് ഒരു ടൈം എടുത്തിട്ടാണ് റിലാക്സേഷൻസ് കൊടുത്തു. പക്ഷെ ഫൈനൽ വണ്ണിന് റിലാക്സേഷൻസ് കിട്ടിയിട്ടില്ല. അവിടെ നമുക്ക് ഫ്ലൈറ്റിൽ ഇതേപോലെ പൈലറ്റിന് കറക്റ്റ് വർക്കിംഗ് അവേഴ്സിലൊക്കെ എത്ര അവേഴ്സാണെന്ന് ഓർമ്മയില്ല, ഡെയിലി 8 അവേഴ്സോ മറ്റോ ഷിഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ മാറണം എന്നൊക്കെയുള്ള ഇത് വന്നു. വീക്കിലി ടോട്ടൽ അവേഴ്സ് വന്നു. അപ്പോൾ പക്ഷേ അതിനേക്കാൾ കൂടുതലായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ഫ്ലൈയിങ് അവേഴ്സ്. പക്ഷെ അപ്പോൾ പൈലറ്റുമാർ എന്ത് ചെയ്യേണ്ട, അവർ ഇത്ര അവേഴ്സ് ചെയ്താൽ മതി. അതിന് മെയിൻ റീസൺസ് ഉള്ളത് ഹൈദരാബാദിലും പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് ക്രാഷ് ആണ് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് ഗവൺമെൻറ്റിന് എത്തിച്ചത്. അപ്പോൾ അവിടെ വർക്ക് ലോഡ്, അവരുടെ മെൻ്റൽ ഹെൽത്ത്, പിന്നെ എക്സ്പീരിയൻസ്, ഇങ്ങനത്തെ പിന്നെ ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റി ചെക്കിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വന്നു. അപ്പം അങ്ങനെയുള്ള കുറേ ഇഷ്യൂസാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ ന്യൂസസ് വരുന്ന സമയത്ത് അത് ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെഗ്മെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അത്ര തന്നെ പൊട്ടൻഷ്യലും ആ സെഗ്മെൻറ്റിന് ഇനിയുണ്ട്. കാരണം ഇപ്പം നമ്മളൊരു ഇപ്പം ബാംഗ്ലൂർ പോകാനാണെങ്കിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഫ്ലൈറ്റ് എടുത്താലോ എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ എങ്ങനെയെങ്കിലും ബസ് പിടിച്ച് പോകാമെന്ന് ആലോചിച്ചാൽ നമ്മളിപ്പോൾ ഫ്ലൈറ്റ്, കാരണം ഒരു 2,500 3,000 റുപ്പീസിന് നമുക്ക് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈ ചെയ്യാം. കാലിക്കറ്റ് ബാംഗ്ലൂർ ഡെയിലി 1-2 ഫ്ലൈറ്റ് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചും ബസ്സിനാണെങ്കിലും ഏകദേശം ഒരു 1,500 രൂപയൊക്കെ ചിലപ്പം പീക്ക് ടൈമിൽ 2,000-3,000 രൂപയൊക്കെ ബസ്സിന് വരും. പക്ഷെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 അവേഴ്സിൻ്റെ പരിപാടി കൊണ്ട് ബാംഗ്ലൂർ പിടിക്കാം. അപ്പം അല്ലെങ്കിൽ 2-3 അവേഴ്സ്, ഒരു 5 അവേഴ്സ് കൊണ്ട് മാക്സിമം നമുക്ക് ബാംഗ്ലൂർ പിടിക്കാൻ പറ്റും. അപ്പം അപ്പം അങ്ങനെ നമുക്ക് നോക്കാമല്ലോ. അപ്പം അങ്ങനെയുള്ള സാധ്യതകൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവിടെ പൊട്ടൻഷ്യലും ഉണ്ട്. പിന്നെ ഇത് നിങ്ങൾ ബോംബെ അല്ലെങ്കിൽ ഡൽഹി, ഹൈദരാബാദ് ഇങ്ങനെ വലിയ വലിയ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ചെറിയ ചെറിയ ട്രാവലിന് വരെ ഡൊമസ്റ്റിക് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡൊമസ്റ്റിക് സ്ട്രോങ് ആവുന്ന സമയത്ത് അതിൻ്റെ ബെനിഫിറ്റ് ഈ കമ്പനീസിന് ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവും. പക്ഷേ ഹൈലി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയുള്ള ഒരു ബിസിനസ് ആയതുകൊണ്ട്, പിന്നെ ഹൈലി സെൻസിറ്റീവ് ആയുള്ള ബിസിനസ് ആയതുകൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് വളരെ കുറഞ്ഞ പോർഷൻസ് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഏവിയേഷൻ സെക്ടർ. ഓക്കെ, ഇനി ജസ്റ്റ് അതിൽ ഓരോ പോയിന്റ് ജസ്റ്റ് നമുക്കൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ റൈവൽറി. ദാറ്റ് മീൻസ് കോമ്പറ്റീറ്റീവ് അനാലിസിസ് ആണ് ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ ഈ ഒരു സെനാരിയോയിൽ മെനി കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുന്ന സെനാരിയോ, അവർ സിമിലർ പ്രൊഡക്റ്റ് ആണ് സെല്ല് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പ്രൈസ് ബേസ്ഡ് കോമ്പറ്റീഷൻ ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുക. ഒരു മാർക്കറ്റിൽ എന്തുണ്ട്, കുറേ അധികം സെല്ലേഴ്സ് ഉണ്ട്, അവർ സെയിം പ്രോഡക്റ്റ് ആണ് സെല്ല് ചെയ്യുന്നത്. അതേപോലെ പ്രൈസ്, അപ്പോൾ ഒബ്വിയസ്ലി ദ കോമ്പറ്റീഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രൈസ്. അപ്പോൾ പ്രൈസ് കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് നമ്മുടെ പ്രോഫിറ്റ് എപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും, പല കമ്പനീസും അവരുടെ പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഫേമിന് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവരുടെ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പം VIക്കൊക്കെ ഒരു മെയിൻ പ്രശ്നം എന്താണ്, അവരെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഹിസ്റ്റോറിക്കൽ ലോസിനൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആ ഫേം എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും ലോസ് മേക്കിംഗ് ഫേമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇനി എങ്ങനെയാണ് ഈ ഒരു സെനാരിയോനെ മാനേജ് ചെയ്യുക? അപ്പോൾ നമ്മൾ നോക്കുന്നത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, ഹൈ കോസ്റ്റ് ഉള്ള, വലിയ മാർജിൻ ഇല്ലാത്ത, നല്ല ROE ഇല്ലാത്ത കമ്പനീസിനെ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ചൂസ് ചെയ്യാതിരിക്കുക. കാരണം ഒരു കോമ്പറ്റീറ്റീവ് അനാലിസിസ് നടത്തിയിട്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഏതൊക്കെ കമ്പനീസിനെ ചൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസ് ഇങ്ങനെയായിരിക്കും.
നല്ല ഇന്നോവേറ്റീവായിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസിനെ നമുക്ക് ചൂസ് ചെയ്യാം. ഹൈ കോമ്പറ്റീഷൻ ഉള്ള സെഗ്മെൻ്റ് ആണെങ്കിൽ പോലും ഇന്നോവേഷൻസിന് നമുക്കൊരു ഫസ്റ്റ് മാർക്ക് കൊടുക്കാം. പിന്നെ കോസ്റ്റ് എഫിഷ്യൻസിയാണ് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു വഴി എന്നുള്ളത്. കോസ്റ്റ് എഫിഷ്യൻസിയാണ്. അപ്പോൾ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന കമ്പനീസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇപ്പോൾ ടെലികോം കമ്പനീസിന് പ്രോഫിറ്റബിൾ ആവാനുള്ള വഴി എഫിഷ്യൻറ്റ് കോസ്റ്റാണ്. കോസ്റ്റ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും എനിക്ക് തോന്നുന്നു ഒരു 1 GB ഡാറ്റ അല്ലെ 2 GB ഡാറ്റയ്ക്ക് 1 മന്ത്സിലേക്ക് ഒരു 300-400 റുപ്പീസ് അല്ലേ ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് നമ്മളിവിടെ. അതെ, പക്ഷേ അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു അത് എല്ലാ ബ്രാൻഡും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ ഒരൊറ്റ ഓപ്ഷൻ എന്താണുള്ളത്? ഒന്ന് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ വർദ്ധിപ്പിക്കുക, രണ്ടാമത് കോസ്റ്റ് എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ്. കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക, ക്വാളിറ്റി, പിന്നെ സ്ട്രോങ് ബ്രാൻഡായിട്ട് മാറുക. അപ്പം ഒരു ബ്രാൻഡിൻ്റെ ചിലപ്പം പലപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പ്രത്യേകത ബ്രാൻഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പം ആ ബ്രാൻഡ് ബിൽഡിംഗ് പ്രോസസ്സ് സ്ട്രോങ് ആക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സ്ട്രോങ് ബ്രാൻഡിന് ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ കൊണ്ടുവരിക, ഇന്നോവേഷൻസിൻ്റെ പാർട്ടായിട്ട് പ്രോഡക്റ്റ് അല്ലെ പ്രോസസ്സ് ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമാണ് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ അനാലിസിസ് നടത്തി നോക്കുക നിങ്ങൾ. അപ്പോൾ നമ്മൾ നോക്കുക, ഒരു ഇൻഡസ്ട്രിയിൽ എടുത്തു അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് ഷെയർസ് വാങ്ങാൻ നമ്മളത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രീസിനെ നമുക്ക് ഇതേപോലെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഷെയർസ് പിക്ക് ചെയ്യാം. ഓക്കെ, അതാണ്. ഇപ്പോൾ ഇവിടെ ഏതായിരിക്കും ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, സ്ട്രോങ് ബ്രാൻഡ് പ്രിഫറൻസ് ഉള്ള, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻസ് ഉള്ള, ഇനി അതേപോലെ തന്നെ മെറ്റീരിയൽസിൽ എന്തെങ്കിലും കീ ആയിട്ട് ഇതുള്ള, അല്ലെങ്കിൽ നല്ല പേറ്റൻസ് ഉള്ള, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉള്ള, അങ്ങനെയുള്ള ന്യൂ ആയിട്ടുള്ള ഹെഡ്ജസ് ഒക്കെ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. ഈ പോയിന്റ്സ് മാത്രമല്ല, ന്യൂ ആയിട്ട് ഇനി അഡ്വാൻറ്റേജസ് എടുക്കാൻ പോകുന്ന പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നല്ല കീ പേഴ്സൺസ് ഉണ്ടാവുക, കീ സ്കിൽസ് ഉള്ള ആളുകൾ ഉണ്ടാവുക, അതൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഒരു ത്രെട്ടൺ ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. നമുക്ക് ഒരേ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ അതും ഇതേപോലെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. നമ്മൾ കോസ്റ്റ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരാൾ അടുത്തതിലേക്ക് പോകാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഒന്ന് മോശമായാൽ നമ്മൾ അടുത്ത പ്രോഡക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ ഒരു മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനീസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂസ് ഇതാണ്. കാരണം ഹൈലി സെൻസിറ്റീവാണ്. അടുത്ത ഒരു ഫോൺ വരുന്നത് എന്ത് ടെക്നോളജിയാണെന്നുള്ളത് വലിയ രീതിയിൽ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അത് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പല കമ്പനീസിനും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. കാരണം അത് അത്രയും സീക്രട്ട് ആയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു മാജിക്കൽ തീമുമായിട്ട് അടുത്തൊരാൾ വരുവാണെങ്കിൽ ഇപ്പോഴുള്ള ബ്രാൻഡുകളൊക്കെ തന്നെ മാറി എല്ലാവരും അടുത്തൊരു ബ്രാൻഡിലേക്ക് എന്ത് ചെയ്യാൻ, മൂവ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കും അടുത്തൊരു 1 ഇയർ കൊണ്ടൊക്കെ. അപ്പോൾ അങ്ങനെ സഡൻ ചേഞ്ചസ് മാർക്കറ്റിൽ ഉണ്ടാവും. സഡൻ മീൻസ് 1-2 ഇയേഴ്സ് കൊണ്ടൊക്കെ അത്തരം ചേഞ്ചസ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. പല പ്രോമിനൻറ്റ് മാർക്കറ്റിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, പല ബ്രാൻഡുകൾ മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ന്യൂ പ്രോഡക്റ്റ് ഒരു ഓൾഡ് പ്രോഡക്റ്റിനെ റീപ്ലേസ് ചെയ്യുന്ന സെനാരിയോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനീസിന് ആ റീപ്ലേസ്മെൻറ്റ് സാധ്യതകൾ നമ്മൾ അനലൈസ് ചെയ്യണം. അങ്ങനെ റീപ്ലേസ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉള്ളതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കുക. എന്ത് ചെയ്യാം, അത് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ അനുസരിച്ചാണ് അങ്ങനെ കൺസിഡർ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ SMS ചെയ്ത ആൾ, ടെലഗ്രാം എന്ത് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാം യൂസ് ചെയ്ത് സമയങ്ങളിലേക്ക് SMS വന്ന സമയത്ത് ടെലഗ്രാമിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു. ടൈപ്പ് റൈറ്ററിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് മാറി, ഫിലിം ക്യാമറയിൽ നിന്ന് ഡിജിറ്റൽ ക്യാമറയിലേക്ക് മാറി. ഇനി ഇത് തന്നെ നോർമൽ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഓൺലൈൻ ഡെലിവറിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒട്ടും ഓൺലൈൻ പേയ്മെൻറ്റ് കൂടുതൽ ചെയ്യുകയും ഓഫ്ലൈൻ പേയ്മെൻറ്റുകൾ വളരെ കുറച്ച് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഓൺലൈൻ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളിന് ഓട്ടോമാറ്റിക്കലി സെയിൽസും കുറവായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൂടുതലും ഓൺലൈൻ പേയ്മെൻറ്റുകൾ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ
അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. അങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുക. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സുമായിട്ട് നമ്മളുടെ ഒരു കോമ്പറ്റീറ്റേഴ്സ്, അതും ഒരു കോമ്പറ്റേറ്റീവ് അനാലിസിസിൻ്റെ പാർട്ടാണ്. പക്ഷെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ അടുത്തൊരു പ്രോഡക്റ്റ് വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ അത് ടെക്നോളജിക്കൽ ചേഞ്ച് കൊണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഒരു നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇനിയും മാറാം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെലികോം ഇത് ഇനിയും മാറാം. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിന് ഇനി ചേഞ്ചസ് ഉണ്ടാവാം. ഇപ്പോൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസിന് ഇനി ചേഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ ഒരു സ്പീഡും അതിൻ്റെ ഒരു പ്രഷറും നമ്മൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ബാർഗെയിനിങ് പവർ ഓഫ് എ ബയർ, അതേപോലെ ബാർഗെയിനിങ് പവർ ഓഫ് എ സപ്ലയർ. എപ്പോഴും ഒരു ബാർഗെയിനിങ് പവർ ഓഫ് എ ബയേഴ്സ് എപ്പോഴും കുറവുള്ള സെനാരിയോസ് ആയിരിക്കും നമുക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആവുക. അതായത് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിലാണ്, ഷെയർ പർച്ചേസ് ചെയ്യുന്ന പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഒരു ബയറിൻ്റെ പെർസ്പെക്റ്റീവ് അല്ലല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു ഹൈ ബാർഗെയിനിങ് പവർ ആണെങ്കിൽ മാർക്കറ്റിൽ എന്തായിരിക്കും സെനാരിയോ? മാർക്കറ്റിൽ ഓട്ടോമാറ്റിക്കലി കൂടുതൽ ഇവിടെ ബാർഗെയിനിങ് പവർ ബയേഴ്സിൻ്റെ കൂടുതലാണ്. കൂടുതൽ സെല്ലേഴ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും. എല്ലാവരും ഒരേപോലെയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും വിൽക്കുന്നത്. ലോ സ്വിച്ചിങ് കോസ്റ്റ് ആയിരിക്കും. ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് മാറാൻ മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ പോവുകയാണ്. അവിടെ കുറേ പ്രോഡക്ട്സുകൾ അവിടെ ഉള്ളത് തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഉദ്ദേശിച്ച ഒരു സർവീസോ ഉദ്ദേശിച്ച ഒരു പ്രൈസിനോ സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വി മൂവ് ഇൻ ടു ദി സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അത് അവിടെ ബയേഴ്സിനാണ് കൂടുതൽ ബാർഗെയിനിങ് പവർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത് ഈ പ്രൈസിലൊക്കെ. അതുകൊണ്ടാണ് ഈ പ്രൈസ് റിലേറ്റഡ് ആയുള്ള ഓഫേഴ്സ് കൂടുതലും ഇത്തരം കമ്പനീസൊക്കെ എല്ലാ പ്രോഡക്റ്റിലും ഉണ്ടാവില്ല, പക്ഷേ കുറേ അധികം പ്രോഡക്ട്സിൽ എപ്പോഴും കൊടുത്ത് അതിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു റീസൺ. ഇനി ഇതേപോലെ തന്നെയാണ് ബാർഗെയിനിങ് പവർ ഓഫ് എ സപ്ലയർ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് തരുന്ന ആളുകളുടെ ബാർഗെയിനിങ് പവർ എങ്ങനെയാണ്? അപ്പോൾ മാർക്കറ്റിൽ ഫ്യൂ ആയിട്ടുള്ള സപ്ലയർ ആണ്. ഇപ്പോൾ നോർമലി ക്രിട്ടിക്കൽ ഇൻപുട്സ് ആണ്, അല്ലെങ്കിൽ അതേപോലെ നോ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇത്തരം കേസസിലൊക്കെ നോർമലി നമ്മളൊരു ട്രബിളിലായിരിക്കും ഉണ്ടാവുക. നമ്മളൊരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഹൈ ആയിട്ടുള്ളൊരു ട്രബിൾ തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. പക്ഷെ അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പെട്രോളിയത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പെട്രോളിയത്തിൻ്റെ പ്രൈസ് എൻ്റയർ കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നത് ഒപെക്കാണ്. അപ്പോൾ നമുക്കതിൽ ഇപ്പം പക്ഷേ എന്ത് ചെയ്തു, UAE ഒപെക്കിൽ നിന്ന് പുറത്ത് വരുന്നു. പക്ഷെ എന്നാൽ പോലും ഇനിയും അത് ഒപെക്ക് തന്നെയാണ്. അപ്പം ഒപെക്കിലെ കൺട്രീസ് മാത്രമായിരിക്കും അത് കൺട്രോൾ ചെയ്യുക. പിന്നെ ഷുഗർ പ്രൈസ് ഇതേപോലെയാണ്. അപ്പം ഇങ്ങനെ ഓരോ ഇൻഡസ്ട്രീസിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അത് ഒരു സപ്ലയേഴ്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും നമ്മളൊരു മാനുഫാക്ചർ ആണെങ്കിൽ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡിഫറെൻ്റ് ആയുള്ള സപ്ലയേഴ്സിൻ്റെ അടുത്തുനിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യാണ്, ഡിഫറെൻ്റ് ആയുള്ള ആളുകളുടെ അടുത്തുനിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സാധ്യത ഉണ്ട്. ആ സാധ്യത എന്നുള്ളത് ഇങ്ങനെയാണ്: നമുക്ക് ഒരാൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്, നമുക്ക് സപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ആളെ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. പക്ഷെ അതിന് പകരം അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ലാത്ത സെനാരിയോ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സപ്ലയർ പറയുന്ന പ്രൈസിന് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുകയും അതിനെ ഹൈലി ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ. ദെൻ ഇതേപോലെ തന്നെയാണ് ത്രെറ്റൻസ് ഫ്രം ദ ന്യൂ എൻട്രൻസ്. ഇപ്പോൾ പുതിയ ഒരാൾ പുതുതായിട്ട് ഇപ്പം മാർക്കറ്റിലേക്ക് വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പം വരാൻ സാധ്യത ഇല്ലാത്ത ഇൻഡസ്ട്രി ആയിരിക്കും ആസ് എ ഇൻവെസ്റ്ററിന് കുറേ കൂടെ കംഫർട്ടബിൾ ആവുക. കാരണം പുതിയൊരു പ്ലെയർ പെട്ടെന്ന് വരുന്നില്ല. ഇപ്പോൾ ടെലികോം ഇൻഡസ്ട്രീസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. അവിടേക്ക് പുതിയൊരു പ്ലെയർ പെട്ടെന്ന് വരാനുള്ള സാധ്യത ഇല്ല. കാരണം ഇന്ത്യയിലെ എല്ലാ മേജറായിട്ടുള്ള കമ്പനീസൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കൈ പൊള്ളിയ ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ടാറ്റയോ അല്ലെങ്കിൽ ആദിത്യ ബിർളയോ അത്തരം ഗ്രൂപ്പുകളൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കൈ പൊള്ളിയിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ ഇനി അതുകൊണ്ട് ഇനി പുതിയത് വരാതിരിക്കുകയോ ഇല്ല, ഇനി വരാനുള്ള സാധ്യതകളുണ്ട്, വരും തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ അത് ന്യൂ എൻട്രൻസിനൊക്കെ ലൈസൻസിങ്, അതേപോലെ ഹൈലി ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. ഇപ്പോൾ ഇനി പുതിയൊരു ബ്രാൻഡ് വരണമെങ്കിൽ തൗസൻഡ്സ് ഓഫ് റുപ്പീസ് അവർ എന്ത് ചെയ്യണം, നമ്മുടെ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യണം ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ. അപ്പം അത്തരം ബിസിനസ്സുകൾ ചെയ്തു തുടങ്ങാൻ പലരും എന്ത് ചെയ്യും, മടിക്കും എന്നുള്ളതാണ്. പിന്നെ പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ ഇൻവെൻഷനൊക്കെ വെച്ചിട്ട് പല ബ്രാൻഡുകൾ മാർക്കറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലൈസൻസിങ്, ബ്രാൻഡ് ലോയൽറ്റി, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്,
ഇതൊക്കെയാണ് ഒരു എൻട്രൻസിനുള്ള ഒരു ത്രെട്ടനിങ് എന്നുള്ളത് മാർക്കറ്റിൽ. പിന്നെ നോർമലി നമ്മൾ പറഞ്ഞ ഹൈ അപ്പോൾ ഹൈ ബാരിയർ എന്നുള്ളത് നമുക്ക് ഒരു ഇൻഡസ്ട്രി നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല അട്രാക്ഷനാണ്. കാരണം എല്ലാവരും ചറപറ ആളുകൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു ഫുഡ് ബിസിനസ് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഏതെങ്കിലും ഒരു പുതിയ ആളുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ഡേ മുതൽ പുതിയ ആളുകൾ ഇത് സെയിം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തായിരിക്കും ചെയ്യുക, ആ ഒരു എൻ്റയർ സെഗ്മെൻറ്റ് തന്നെ കൊളാപ്സ് ആവുന്നത് പോലെയുള്ള ബാരിയർ ഉണ്ടാവും. പക്ഷേ അത്തരം സെഗ്മെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതിന് പകരം കുറച്ച് എൻട്രി ബാരിയർ ഒക്കെ ഉള്ള സെഗ്മെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് അവിടെ അത് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പോയിന്റ്സ് ജസ്റ്റ് ഒന്നും കൂടെ നിങ്ങൾ റിവ്യൂ ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ ഇതൊരു ബാരൻ ബഫറ്റിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്പുട്ടായിരുന്നു. ഫോക്കസ് ഓൺ ദ ഇൻഡസ്ട്രി വിത്ത് സ്ട്രോങ് എക്കണോമിക് ആൻഡ് അവോയ്ഡ് ലീക്കിംഗ് ബോട്ട്. കാരണം ഒരു ചോർച്ചുള്ള ബോട്ടിന്, എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ഒരു ബോട്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എന്നുള്ളതാണ് തീം. അപ്പോൾ ഇതിനൊരു ഫർദർ റീഡിംഗ് എന്നുള്ള രീതിയിൽ പീറ്റേഴ്സിൻ്റെ 5 ഫോഴ്സ് മോഡലിൻ്റെ ജസ്റ്റ് ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് റെഫർ ചെയ്യുക, നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്, ഒരു ഫർദർ റീഡിങ്ങിന് യൂസ് ചെയ്യാം. പിന്നെ ഇതേപോലെ ഇതേപോലെ ഇതൊരു മെത്തേഡാണ്. ഇങ്ങനെ നമുക്ക് അതായത് ഈ ഇൻഡസ്ട്രിയൽ ഫ്രെയിംവർക്ക് അനലൈസ് ചെയ്യാൻ വേറെയും മെത്തേഡ്സ് ഉണ്ട്. മൈക്കിൾ പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ ഉണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റ് പെസ്ലെ എന്ന് പറഞ്ഞിട്ട് ഒരു അനാലിസിസ് ഉണ്ട്. BCG മെട്രിക്സ് ഉണ്ട്, അത് ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പാണ്. പിന്നെ അതേപോലെ തന്നെ സ്ട്രക്ചർ, കണ്ടക്ട് ആൻഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു അനാലിസിസ് മെത്തേഡും കൂടെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണ് കുറച്ചും കൂടെ അല്പം കൂടി ഈസിയാണ്. ഇത് പോർട്ടേഴ്സ് മോഡലിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ, ആ പിക്ചേഴ്സും കൂടെ തന്നെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു ഫർദർ അനാലിസിസിന് ഇന്ന് PPTയും കൂടെ ഞാൻ ഷെയർ ചെയ്ത് തരാം സെഷൻ കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി പെസ്ലെ അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സാണ്, പക്ഷേ അതിൻ്റെ ഒരു ഡയമെൻഷൻസ് ഒന്ന് മാറ്റിയെന്നുള്ളൂ. ഒന്ന് പൊളിറ്റിക്കൽ, മാർക്കറ്റിൻ്റെ പൊളിറ്റിക്കൽ, അതായത് നമ്മുടെ സൊസൈറ്റിയുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് എങ്ങനെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്, പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്, ശ്രീലങ്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്, അതല്ലെങ്കിൽ നമ്മളൊരു യൂറോപ്യൻ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലതെന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം നോക്കുക സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണോ അവിടെ ഉള്ളത്, എക്കണോമിക് ഇഷ്യൂസ് ഉണ്ടോ, കൾച്ചറൽ ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെററിസം, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കും. അപ്പോൾ പൊളിറ്റിക്സ് ആണ് P. പിന്നെ E മീൻസ് എക്കണോമിക് ആസ്പെക്ട്സ്, അവിടെ GDP, അതേപോലെ ഇൻഫ്ലേഷൻ, എംപ്ലോയ്മെൻറ്റ് ഡാറ്റ, അങ്ങനത്തെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. ദ നെക്സ്റ്റ് വൺ ഇസ് ദ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് സൊസൈറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സൊസൈറ്റി പോപ്പുലേഷൻ്റെ ഡെമോഗ്രഫി, അത്തരം ഫാക്ടേഴ്സാണ് നമ്മളിവിടെ. അതേപോലെ ഹാബിറ്റ്, കൾച്ചറൽ ചേഞ്ചസ്, ഇപ്പോൾ നമ്മളെ സെനാരിയോയിലാണെങ്കിൽ നമ്മളുടെ ഫുഡ് കൾച്ചറിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം അതേപോലെ ഹാബിറ്റ്സിൽ മാറ്റം വരുന്നുണ്ട്, നമ്മുടെ ആസ്പിറേഷനിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. ഇപ്പോൾ ജപ്പാൻ നോക്കുന്ന സമയത്ത് ഹൈലി ഏജ്ഡ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനാണ്. ഓട്ടോമാറ്റിക്കലി അത് അവരുടെ എക്കണോമീനെ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളുടെ ഏജ്, നമ്മളൊരു യങ് പോപ്പുലേഷനാണ്. അപ്പോൾ യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ്റെ ഡിമാൻഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ടെക്നോളജിക്കൽ ആസ്പെക്ട്സിലുള്ള ചേഞ്ചസ് കമ്പനി എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, ലീഗൽ ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ കൺസിഡറേഷൻസ്, ഇങ്ങനെ നേരത്തെ അനലൈസ് ചെയ്ത ഫാക്ടേഴ്സിനെ തന്നെ ഡിഫറെൻറ്റ് ഹെഡ്സിലേക്കാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, റീഅലോക്കേറ്റ് ചെയ്തിട്ട് ഒന്ന് മാപ്പ് ചെയ്യുക എന്നുള്ളതാണ് പെസ്ലെ അനാലിസിസിൽ ചെയ്യുന്നത്. ഇനി ജസ്റ്റ് അതിൽ P തന്നെ എടുക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഒന്ന് സ്റ്റേബിൾ ആയുള്ള ഗവൺമെൻറ് ആവുക, നല്ല പോളിസീസ് കൊണ്ടുവരിക, സ്റ്റേബിൾ ആയുള്ള പോളിസീസ് ആയിരിക്കുക, അത് ഇന്നോവേറ്റീവ് ആയുള്ള പോളിസീസ് ആവുക, കറക്ഷൻ ഫ്രീ ആവുക എന്നുള്ളത് കറക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അതേ ബ്യൂറോക്രസി, നമുക്കൊരു റെട്ടാപ്പിസം കുറയ്ക്കുക. പിന്നെ ഈസി ഡൂയിങ് ബിസിനസ് എന്നുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് അല്ലാതെ ഈസി. ഇപ്പോൾ നമ്മുടെ കേസസൊക്കെ ബിസിനസ് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. നമുക്ക് അതിൻ്റെ ലീഗൽ ഫ്രെയിം വർക്ക്സ്, ടാക്സേഷൻസ്, അതൊക്കെ ഒരു സിംഗിൾ ക്ലിക്കിൽ ഒരു വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള, എസ്പെഷ്യലി ഗവൺമെൻറ് സ്റ്റാഫിനോടുള്ള ഡീലിംഗ് എന്നുള്ളത് ഭയങ്കര, കാരണം അവരൊട്ടും റെസ്പോൺസിബിൾ ആയിരിക്കില്ല. അവർക്ക് ഒന്നും ഒരു ടൈമിന് തരണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല, വളരെ ഫാസ്റ്റായിട്ട് തരണമെന്നൊന്നും നമ്മളുടെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുടെ
അത്ര ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗവൺമെൻറ് ജോബിന് നമുക്കറിയാം ഒരു ടൈം വരെ ജോബ് ചെയ്യുക പിന്നെ വീട്ടിൽ പോകാന്നുള്ളതായിരിക്കും. അല്ലാതെ വർക്ക് ചെയ്യുന്ന ആളുകളും ഉണ്ട്. പക്ഷേ ഒരു ബിസിനസ് മാൻ നോക്കുന്ന സമയത്ത് എല്ലാം കുറേയും കൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ചിട്ടല്ല ആലോചിക്കുക. അപ്പോൾ അത്തരം ഒരു ഫാസ്റ്റ് സർവീസ് നമുക്ക് ഇവിടെ കിട്ടണമെന്നില്ല. ഓക്കെ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫിസിക്കൽ പോളിസീസ് ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള. ഇനി നെക്സ്റ്റ് എക്കണോമിക്കൽ ഫാക്ടേഴ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. GDP, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ്, ബാലൻസ്, ടാക്സേഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ കൺസപ്ഷൻസ്, എക്സ്പോർട്ടിൻ്റെ കൺസപ്ഷൻസ്, ഈ പാറ്റേൺസ് ഒക്കെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാം. അത്തരം അനലൈസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് എക്കണോമീനെ നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി ഇതേപോലെ സോഷ്യോ എക്കണോമിക് കൾച്ചർ, നമ്മൾ പറഞ്ഞ ഡെമോഗ്രഫി, ഏജ്, എഡ്യൂക്കേഷൻ, സ്കില്ല് നോക്കേണ്ടതുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈല് ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ. നമ്മൾ നേരത്തെ EMIയിൽ വാങ്ങാത്ത ആളുകൾ EMIയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഫുഡ് ഓർഡർ ചെയ്യാത്ത നമ്മൾ ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് ഒക്കെ തന്നെ മാർക്കറ്റിനെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. ഹെൽത്ത് ട്രെൻഡ് ഇപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡാറ്റയൊക്കെ ഭയങ്കര പ്രഷ്യസ് ആവുന്നത് അതാണ്. കാരണം ഇത്രയും പോപ്പുലേറ്റഡ് ആയുള്ള ആളുകളുടെ ഇടയിൽ ഉള്ള ഡാറ്റ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നമ്മളത് അത്ര അങ്ങ് എന്ത് ചെയ്യാറില്ല, പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു സാധനമല്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ എത്ര ഡയബറ്റിക് ആണോ, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ഇനി സ്ട്രെസ് ലെവൽ എങ്ങനെയാണ്, ഇതൊക്കെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പർച്ചേസ് ബിഹേവിയർ സെറ്റ് ചെയ്യാനും ഒക്കെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഫാമിലി സിസ്റ്റത്തിലുള്ള ഇപ്പം ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിൽ ഡിമാൻഡ് കുറവായിരിക്കും. പക്ഷെ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലി നമ്മളെ വീട്ടിൽ ഇതിന് മുൻപേ ഒരു 10 പേര് താമസിക്കാൻ അല്ലെങ്കിൽ 20 പേര് താമസിക്കാൻ നമുക്ക് ഒരു വീട് മതിയായിരുന്നു. പക്ഷേ ഇപ്പം ആ 20 പേര് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 4 പേര് വെച്ച് ആവറേജ് 5 വീടുകളിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പം ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ, അതിനനുസരിച്ചുള്ള ആവശ്യങ്ങൾ, അതിനനുസരിച്ചുള്ള ഡിവൈസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്തുണ്ടാവും, നമ്മൾ സോഷ്യൽ ഫാക്ടേഴ്സിൽ നോക്കാം. ഇനി ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്നോവേഷൻസ്, R&D, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, വർക്ക് ഫോഴ്സിൻ്റെ ടെക് സാവി വർക്ക് ഫോഴ്സസ് ആണോ, ഓട്ടോമേഷൻസ്, ബിസിനസ് എഫിഷ്യൻസി, ഇത്തരം ഫാക്ടേഴ്സൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ടെക് ബേസ്ഡ് കമ്പനീസിന് തന്നെയാണ്, ഒരു ടെക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിന് തന്നെയാണ് മാർക്കറ്റിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുക. കാരണം ടെക്നോളജി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനോടുകൂടി നമ്മൾ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സിനാരിയോസ് വരും. അത് അനലൈസ് ചെയ്യണം. ഇത് നോർമലി ഇപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന പോയിന്റ്സ് തന്നെ. പിന്നെ ലീഗൽ, റെഗുലേറ്ററി കംപ്ലൈൻസ്, പോളിസി കൺസിസ്റ്റൻസി. ഇപ്പോൾ ഇത് ശരിക്കും ഒരു ഗവൺമെൻറ് ആയിട്ട് കണക്റ്റഡ് തന്നെയാണ് ഈ ലീഗൽ ഫ്രെയിംവർക്ക്സ് എന്നുള്ളത്. പിന്നെ എൻവയോൺമെൻറ്റൽ, പൊല്യൂഷൻ കൺട്രോൾ, സസ്റ്റൈനബിൾ ആണോ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, റിസോഴ്സിൻ്റെ യൂസിങ് ഒപ്റ്റിമൈസ്ഡ് ആണോ, നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മളത് പ്രിസർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. ഈ ഒരു അനാലിസിസിനെയാണ് ജസ്റ്റ് ഇതിൻ്റെ ഒരു സിമ്പിൾ ഔട്ട്പുട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു അനാലിസിസ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് വൺ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ജസ്റ്റ് നെക്സ്റ്റ് വണ്ണും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് വണ്ണ് BCG അനാലിസിസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഗ്രൂപ്പ് സെർച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലിങ്ക് ജസ്റ്റ് ഫർദർ റീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കുന്നത് മാർക്കറ്റിലെ കമ്പനീസിനെ ഒരു 4 കാറ്റഗറി ആയിട്ടാണ് ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒന്ന് മാർക്കറ്റിൽ ഹൈ ഗ്രോത്തും, അതായത് കമ്പനി നന്നായി ഗ്രോ ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ ഹൈ ഷെയറും ഉണ്ട്. അത്തരം കമ്പനീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരം കമ്പനീസിനെ സ്റ്റാർ എന്നുള്ള കാറ്റഗറിയിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് സ്റ്റാർ എന്നുള്ള കാറ്റഗറി ഷെയർസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ എടുക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെയിൻറ്റ് എന്നുള്ള സെഗ്മെൻറ്റിൽ ഗ്രോത്ത് ഇപ്പം അല്പം കുറഞ്ഞെങ്കിലും ഏഷ്യൻ പെയിൻറ്റ്സ് ആണ് അവിടുത്തെ മാർക്കറ്റ് ലീഡേഴ്സ്. ഓക്കെ, ഹൈ ഗ്രോത്ത് ഉണ്ട്, ഹൈ മാർക്കറ്റ് ഷെയറും ഉണ്ട്, അത് സ്റ്റാർസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ മാർക്സ് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. സ്റ്റാർസ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കിൽ എന്താണ് സെനാരിയോ എന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഷെയർ ലോ ആയിരിക്കും, പക്ഷേ എന്താണ് ഹൈ ഗ്രോത്ത് ആണ് ഉണ്ടാവുക. അപ്പം മാർക്കറ്റ് ഷെയർ എന്നുള്ളത് മാർക്കറ്റിൽ വലിയ പ്രസൻസ് ഉണ്ടാവില്ല, പക്ഷെ ഒരു സ്റ്റേജിൽ
ഹൈ ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്തരം ഒരു സെഗ്മെന്റിനെ നമ്മൾ വീണ്ടും ഇവാലുവേറ്റ് ചെയ്യണം. അത് എന്താണ്, മാർക്കറ്റ് ഷെയർ കുറവാണ്, സസ്റ്റെയിൻ ചെയ്യാൻ ആണെങ്കിൽ മാത്രമാണ് അത്തരം ബിസിനസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതുള്ളത്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ക്യാഷ് കൗസ് എന്ന് പറയും. ക്യാഷ് കൗസ് ഗ്രോത്ത് കുറവായിരിക്കും, പക്ഷേ ആ കമ്പനീസിന് എന്ത് ചെയ്യുന്നു, നല്ല മാർക്കറ്റ് ഷെയർ ഉണ്ടാവും, നന്നായിട്ട് ഇൻഫ്ലോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്യാഷ് കൗസ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടാവും. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫർദർ ഗ്രോത്ത് കുറവായിരിക്കും, പക്ഷേ ഡെയിലി നമുക്ക് ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പം അതുകൊണ്ടാണ് ഐ ടി സിൻ്റെ ടൊബാക്കോ എന്നുള്ളത് അവർക്ക് ക്യാഷ് കൗ ആണ്, ഹൈ ഷെയർ ആണ്, പക്ഷെ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് കുറവാണ്. ഡ്യൂ ടു ഡിഫറെൻ്റ് ആയിട്ടുള്ള റീസൺസ് കൊണ്ട് ഗ്രോത്ത് റേറ്റ് എന്താണ്, ഒരു ഇയർ ഓൺ ഇയർ 20% ഗ്രോ ചെയ്ത് പോവുകയോ ഒരു 10% ഗ്രോ ചെയ്ത് പോവുകയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇതന്നെ അതേപോലെയാണ് ഡോഗ്സ് എന്നുള്ള കാറ്റഗറി. ഡോഗ്സ് എന്നുള്ളത് മാർക്കറ്റ് ഷെയറും കുറവായിരിക്കും, ബോത്തും കുറവായിരിക്കും. അപ്പം അത്തരം ഷെയർസ് നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക, കാരണം അവിടെ നമുക്ക് ഒരു ഹോപ്പും ഇല്ല. അപ്പോൾ ഇത് ഓരോ ടൈപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ കമ്പനീസ് സ്റ്റാർസ് ആണോ, ക്വസ്റ്റ്യൻ മാർക്ക് ആണോ, ക്യാഷ് കൗ ആണോ, ഡോഗ് ആണോ എന്നുള്ളത് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ നമ്മളോട് ചോദിക്കും. അപ്പം ഇത് ബോസ്റ്റൺ മെട്രിക് എന്നുള്ള ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചിലപ്പോൾ സ്റ്റാർ എന്ന് പറയുന്ന സമയത്ത് മാർക്കറ്റ് ഷെയർ ആയാണ് ഗ്രോത്തും ഉണ്ടാക്കും എന്നുള്ളതാണ്. ക്യാഷ് കൗ എന്ന് പറയുന്ന സമയത്ത് ഗ്രോത്ത് കുറവായിരിക്കും, പക്ഷെ അവിടെ എന്തുണ്ട്, മാർക്കറ്റ് ഷെയർ ഉണ്ട്, അതുകൊണ്ട് ഇൻകം ഉണ്ട് എന്നുള്ളതാണ്. ഇനി ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്ന സമയത്ത് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ മാർക്കറ്റ് ഷെയർ എന്തായിരിക്കും, കുറവാണ്. ഇപ്പോൾ പൾസർ, പക്ഷെ ഇത് കുറച്ച് പഴയ ഡാറ്റ വെച്ചിട്ടാണ് പൾസർ എടുക്കുന്നത്. ഇപ്പോൾ പുതിയ നോക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പം ഏതറിന് നല്ല EVയിൽ നോക്കുന്ന സമയത്ത് നല്ല ഗ്രോത്ത് ഉണ്ട്, പക്ഷേ മാർക്കറ്റ് ഷെയർ നോക്കുന്ന സമയത്ത് ഓലയ്ക്കൊക്കെ കുറച്ചും കൂടെ മാർക്കറ്റ് ഷെയർ മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് അനലൈസ് ചെയ്ത് കമ്പനീസിനെ ചൂസ് ചെയ്യാനാണ് ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പ് എന്നുള്ളത് തരുന്നത്. അതിൻ്റെ ഒരു ഡാറ്റയും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഇത് സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് താഴെ ഉള്ളത്. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽസ് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് സ്ട്രക്ചർ, കണ്ടക്ട്, പെർഫോമൻസ് എന്നുള്ള ഏരിയ ഉണ്ട്. ഇത് നമുക്ക് നാളത്തെ നമുക്ക് ഡിസ്കഷൻസിൽ എടുക്കാം. ഇതും പിന്നെ അതേപോലെ തന്നെ ഒരു കീ ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞ ഏരിയയും. ഓക്കെ ഓക്കെ നമ്മളും ഡിസ്കണക്ട് ചെയ്യാണ്. ശരി, അപ്പോൾ ഇന്നത്തെ സെഷൻസിൻ്റെ ഇതും കൂടെ ഞാനൊന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ കേൾക്കണമെങ്കിൽ കേൾക്കുക. ഇപ്പോൾ ഈ സാറ്റർഡേ സൺഡേ എത്തുമ്പോഴേക്ക് ഇതുവരെയുള്ള ഏരിയാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ എക്സാമിൻ്റെ കാര്യങ്ങൾ ഓർത്ത് വെക്കുക, അത് ചെയ്യാൻ ശ്രമിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് അവയർനെസ് പ്രോഗ്രാം എന്തായാലും, ഇൻവെസ്റ്റ്മെൻറ്റ് അവയർനെസ് ടെസ്റ്റ് എന്തായാലും ചെയ്യണം. സെറോദയുടേത് രജിസ്റ്റർ ചെയ്തിട്ട് ഡേറ്റ് ബുക്ക് ചെയ്യണം. കാരണം നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് വന്നാൽ മാത്രമാണ് നെക്സ്റ്റ് 1 month കൊണ്ട് നമുക്ക് എക്സാമിലേക്ക് പോകാൻ പറ്റുക. ഓക്കെ ശൈല, വേറെ എന്തെങ്കിലും ഫർദർ ഡിസ്കഷൻ എടുക്കേണ്ടതുണ്ടോ? ഓക്കെ, അപ്പോൾ കേൾക്കുന്നുണ്ട്. നാളെ ഇതൊക്കെ ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യുക. അതുവരെയുള്ള ഏരിയാസ് എല്ലാം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ട് സാറ്റർഡേ സൺഡേ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി സാറ്റർഡേ സൺഡേ എപ്പോഴെങ്കിലും നമുക്കൊരു ഡിസ്കഷൻ എടുക്കുകയാണെങ്കിൽ അതും എടുക്കാം, നോ ഇഷ്യൂ. ഓക്കെ, എന്നാൽ നാളെ മീറ്റ് ചെയ്യാം.